ബെലോ ഹൊറിസോണ്ടെ, അതായത് ബ്രസീലിനെ 7-1 ജർമ്മനി തരിപ്പണമാക്കിയ ഒരു മത്സരം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അതിനുശേഷം അർജന്റീനയെ മരിയോ ഗോഡ്സെയുടെ ഗോളിൽ മറികടന്ന് ജർമ്മനി ലോക ചാമ്പ്യന്മാരായി. പക്ഷേ അതിനുശേഷം ജർമ്മൻ ഫുട്ബോൾ അത്ര നല്ല കാലമായിരുന്നില്ല. 2 വേൾഡ് കപ്പാണ് അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായത്. യൂറോ കപ്പിലും കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും ആ ഒരു സ്ക്വാഡിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. താരനിബിഡമായൊരു നിര ലോകവേദിയിലേക്ക് എത്തുമ്പോൾ കളി മറക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. പലരും കരഞ്ഞു മടങ്ങുന്ന ഒരു വലിയൊരു വേദിയിൽ കരഞ്ഞു മടങ്ങുന്ന ഒരു അവസ്ഥയിലേക്കും ജർമ്മൻ ടീം പോയി. ഈ ഒരു ലോകകപ്പിലെത്തുമ്പോൾ ജർമ്മനിയുടെ സാധ്യതകളും അവരുടെ ടീമിൻ്റെ ഒരു വിശകലനവുമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മോടൊപ്പം നൂറയും അതുപോലെ തന്നെ ഷംഷീൽ അമീനുമാണുള്ളത്. അപ്പം ആദ്യം ഷംഷീൽ കാം, നമ്മൾക്ക് ഈ ഒരു ജർമ്മനി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാം തോമസ് മുള്ളർ, മാനുവൽ ന്യൂയർ, ജോഷുവ കിമിച്ച്, അങ്ങനെ സ്ഥിരമായിട്ട് അറിയുന്ന കുറേ പേരുകൾ, ഒരു താരങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു ലോകകപ്പിലേക്ക് വരുമ്പോൾ ആ പേരുകളിൽ പലതും മിസ്സിംഗ് ആണ്. അതിൽ പ്രധാനമായിട്ടുള്ളൊരു മിസ്സിംഗ് തോമസ് മുള്ളർ എന്നുള്ള പ്ലെയറാണ്. തീർച്ചയായിട്ടും. അപ്പം അവരുടെ ഒരു മിഡ്ഫീൽഡിലെയും അറ്റാക്കിലെയും ഒരു ലിങ്ക് ആയിട്ടുള്ള അവിടെ കളി ക്രിയേറ്റ് ചെയ്യുന്ന പേരുകളിലൊന്നാണ് തോമസ് മുള്ളറിൻ്റെത്. അപ്പോൾ ഈ ഒരു മുള്ളറിൻ്റെ അഭാവം ഈ ഒരു ജർമ്മൻ സ്ക്വാഡിന് ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയറിൻ്റെ അല്ലെങ്കിൽ ഒരു കമാൻഡിങ് പവറുള്ള പ്ലെയറിൻ്റെ ഒരു ബോഡി ക്രിയേറ്റിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ അറ്റാക്കിങ്ങിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ മിസ്സിങ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്? മുള്ളർ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ കോ പ്ലേസുമായിട്ട് ലിങ്ക് ചെയ്യാൻ കഴിവുള്ളൊരു പ്ലെയേഴ്സാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് കളിക്കുന്ന മാത്രം പ്ലെയറല്ല, കളിപ്പിക്കുന്ന പ്ലെയറാണ്. എപ്പോഴും ചാൻസസ് ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഗോളുകൾ സ്കോർ ചെയ്യുന്ന പ്ലെയറാണ്. അപ്പം അങ്ങനൊരു പ്ലെയറെ അഭാവം നികത്താൻ ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ജർമ്മനിയിൽ ഇപ്രാവശ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ റീസെൻ്റായിട്ട് പരിക്കുകൾ കൊണ്ടും ചില ഫോമിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ അവരും ലേശം നിറമങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ജമാൽ മുസിയാല ടാലൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ, ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ വേൾഡ് ക്ലാസ് ആണ്. പക്ഷേ ഈ ഇഞ്ചുറി ഭയങ്കരമായിട്ട് ഹീറ്റ് ചെയ്തു, കുറേ കാലം പുറത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ തിരിച്ചു വന്ന് ഒരു കളിയിലൊരു ഗോളടിച്ചതൊരു പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിൽ കൂടി ആ ഇഞ്ചുറി, ഒരു മേജർ ഇഞ്ചുറി കഴിഞ്ഞ് വരുന്ന പ്ലെയറിന് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. പിന്നെ ആ ഒരു റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്നുള്ള പൊസിഷനിലേക്ക് വരുന്നത് നമ്മൾ ലിവർപൂളിൻ്റെ പ്ലെയറാണ് വിഡ്സാണ്. വിഡ്സും ലിവർപൂളിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫോം, അദ്ദേഹത്തിൻ്റെ വാല്യൂ ഒക്കെ ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം അത് രണ്ടും ആ മുള്ളറിൻ്റെ അഭാവത്തെ റീപ്ലേസ്മെൻറ്റ് എന്നുള്ള ലെവലിൽ നോക്കുമ്പോൾ ഇവർ എത്രത്തോളം പെർഫോം ചെയ്യുന്നുള്ള അനുസരിച്ചിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു പ്ലെയർ ഒരു അപ്പായാലും മാത്രമേ ആ ഒരു അഭാവം നികത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു സ്ട്രൈക്കർ എന്ന നിലക്ക് ജർമ്മനിക്ക് കുറേ ലെഗസിയുള്ളൊരു പൊസിഷനാണ് ഒരു നമ്പർ 9 എന്നുള്ളത്. അപ്പം മുമ്പ് ഗർഡ് മുള്ളർ ഉണ്ടായിരുന്നു, പിന്നെ മിറോസ്ലാവ് ക്ലോസെ വന്നു. അങ്ങനെ അവരൊക്കെ ലോകവേദിയിൽ ജർമ്മനി എന്ന് പറഞ്ഞൊരു ടീമിൻ്റെ ഒരു കുന്തമുനയായത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ കുറേ ലോകകപ്പുകളിൽ അത്തരത്തിലൊരു പ്രൊഫൈലുള്ള ഒരു പെർഫെക്റ്റ് നമ്പർ 9 കുറവ് ജർമ്മനിക്ക് ഉണ്ടായിരുന്നു. തിമോ വെർണറിനെ പോലുള്ള ഒരു സ്ട്രൈക്കറിനൊക്കെ വെച്ചിട്ടാണ് പലപ്പോഴും ലോകകപ്പിനെ ജർമ്മനി അഭിമുഖീകരിച്ചത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോഴേക്ക് വരുമ്പം നിക് വോൾട്ട്മാഡെ പോലെയുള്ള പ്ലെയേഴ്സ്, ഡെന്നിസ് ഉണ്ടാവിനെ പോലെയുള്ളവർ, അതുപോലെ കെയ് ഹാവേർട്സ്, ഒരു പ്രോപ്പർ സ്ട്രൈക്കറിനപ്പുറം ഒരു ഫാൾസ് 9 ഒക്കെ ആയിട്ട് കളിച്ച് അറ്റാക്കിങ്ങിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സൊക്കെ ഉണ്ട്. അപ്പം ഇതിൽ ആരായിരിക്കും ഒരു സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ആ ഒരു പൊസിഷൻ ഇടം പിടിക്കാൻ ചാൻസ് ഉള്ളത്? സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ നിങ്ങൾ പറഞ്ഞ മൂന്നാളും ക്വാളിറ്റി വൈസ് നല്ല പ്ലെയേഴ്സാണ്. പക്ഷേ ഈ ഒരു സ്ട്രൈക്കർ, ആ ഒരു ലിഗസിയിലെ ഒരു വേൾഡ് ക്ലാസ് സ്റ്റാറ്റസ് സ്ട്രൈക്കർ, ആസ് എ സ്ട്രൈക്കറിന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റാത്ത പ്ലെയേഴ്സാണ്. പക്ഷേ ഇപ്പം ജർമ്മനി എപ്പോഴും ഒരു ടീം ഗെയിം കളിക്കുന്ന ടീമാണ്. പിന്നെ ഇവരെപ്പോഴും വലിയ സ്കോറുകളുടെ ഇഷ്ടപ്പെടുന്ന ടീമാണ്. നമുക്ക് ഞങ്ങൾ തുടങ്ങിയ പോലെ ഈ 7-0 ബ്രസീലിന് ചെയ്ത പോലെ അതിനകത്ത് മുമ്പത്തെ വേൾഡ് കപ്പിൽ 4 ഗോളിന് ഡിഫറൻസിലാണ് ഇംഗ്ലണ്ടിനെ തോപ്പിക്കുന്നത്, അർജൻറ്റീന തോപ്പിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ടീം ഇപ്പോഴും ആ സ്കോറിങ്ങിൻ്റെ ഇതിലൊരു കുറവില്ല. നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സമയത്ത് നമുക്കൊരു കൺസേൺ ഉണ്ടായിരുന്നു. അവർ ഇൻഡിവിജ്വലി എല്ലാം ക്ലബ്ബിലെല്ലാം പെർഫോം ചെയ്യുമ്പോഴും ഈ പ്ലേയേഴ്സ് ഒന്നും നാഷണൽ ടീമിലേക്ക് സ്കോറിങ് ചെയ്തില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള മാച്ചസ് കണ്ടാൽ അറിയാം. ലാസ്റ്റത്തെ 5 മത്സരങ്ങളിൽ 18 ഗോളുകളാണ് അവരടിച്ച്. അപ്പോൾ ഒരു കളിയിൽ ആവറേജ് 3.6 അത്രയും ഗോളുകൾ സ്കോർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ട്രൈക്കറിൻ്റെ അഭാവം ഇപ്പം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ലെവലിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് കൈ ഹാവേർട്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിൽ ചാമ്പ്യൻസ് ലീഗിൽ ആർസണൽ ടീമിന് വേണ്ടി ഫസ്റ്റ് ലെവലിലുണ്ട്. 5 മിനിറ്റിനകം ഗോളുകൾ റെഡി. പ്രത്യേകിച്ച് ഇതേപോലത്തെ ബിഗ് സ്റ്റേജസിൽ എപ്പോഴും പെർഫോം ചെയ്യുന്ന പ്ലെയറാണ് കൈ ഹാവേർട്സ്. അപ്പോൾ കൈ ഹാവേർട്സിനാണ് ഞാൻ ഇവരുടെ ഫസ്റ്റ് ടീമിൽ സ്ട്രൈക്കറായിട്ട് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല കൈ ഹാവേർട്സിന് നേരത്തെ മുള്ളറിനെ പറഞ്ഞ പോലെ പ്ലേയേഴ്സിനായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി കഴിവുണ്ട്. അപ്പം അതും അവർക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നൂറ, നമുക്കറിയാം ഈ ഒരു സ്ക്വാഡ് അനൗൺസ് ചെയ്യുമ്പം എല്ലാവരും ശ്രദ്ധിച്ച പേരുകളിലൊന്ന് മുസിയാലക്കും അപ്പുറം ശ്രദ്ധിച്ച പേരാണ് ലെനേർഡ് കാൾ എന്നുള്ളൊരു പേര്. കാരണം മുസിയാല ഒരു വണ്ടർ ബോയ് ആയി ബയൺ മ്യൂണിക്കിലും ജർമ്മനിക്കും വേണ്ടി നിറഞ്ഞു കളിച്ച ഒരു കാലം കഴിഞ്ഞിങ്ങനെ വരുമ്പം അടുത്തൊരു വണ്ടർ ബോയ് ആയിട്ട് പേരെടുത്ത പേര് ലെനേർഡ് കാൾ എന്നാണ്. സ്വാഭാവികമായിട്ടും ബയേണിൽ ഒരു ജർമ്മൻ താരം കളിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു ഹൈപ്പ്, ഒരു മീഡിയ അറ്റൻഷൻ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേൾഡ് കപ്പിലെ ജർമ്മൻ സ്ക്വാഡിൽ ആളുകൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് കേട്ടിരുന്ന അല്ലെങ്കിൽ നോക്കിക്കാണാൻ ഉദ്ദേശിച്ചിരുന്നൊരു പേര് ലെനേർഡ് കാളിൻ്റെതായിരുന്നു. പക്ഷേ ഒരു
ഒരു പരിക്കിൻ്റെ പിടിയിൽപ്പെട്ട് ആളുടെ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താവുകയാണ്. അപ്പോൾ ഈ ഒരു മിസ്സിങ് ലെനാർഡ് കാൾ എന്നൊരു താരത്തിനെ ജർമ്മനി ഈ ഒരു സ്ക്വാഡിൽ മിസ് ചെയ്യാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? അപ്പോൾ ഈ ലെനാർഡ് കാൾ എന്ന് പറയുന്ന പ്ലെയറിനെ എത്രത്തോളം അവർ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇറക്കും എന്നുള്ളത് നമുക്ക് ഷുവറില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടും ജർമ്മൻ സ്ക്വാഡിൽ ഒരു ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആവാൻ, ഒരു സൂപ്പർ സബ് ആവാൻ തരത്തിലുള്ള കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ ആയിരുന്നു ലെനാർഡ് കാൾ. ലെനാർഡ് കാളിൻ്റെ സീസണിൻ്റെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ബയൺ മ്യൂണിക്കിൽ എനിക്ക് തോന്നുന്നു 8 ഗോളും 9 അസിസ്റ്റും, ഐ തിങ്ക് ഒരു അപ്രോക്സിമേറ്റ് അറൗണ്ട് 20 ഗോൾ കോൺട്രിബ്യൂഷൻസ് ലെനാർഡ് കാൾ ഈ ഒരു 18 വയസ്സിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആഴ്സണലിനെതിരെ ചാമ്പ്യൻസിൽ നമുക്കറിയാം ആഴ്സണലിൽ എത്രത്തോളം ഡിഫെൻസീവ്ലി ഭയങ്കര ഒരു ഡെഡ് ലോക്ക് ക്രിയേറ്റ് ചെയ്തൊരു ടീമായിരുന്നു. ആ ഡെഡ് ലോക്ക് ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞ സീസൺ ബ്രേക്ക് ചെയ്തിട്ടുള്ള പ്ലെയർ ലെനാർഡ് കാളാണ്, അതും ആളുടെ ഫസ്റ്റ് സീസണിൽ. അപ്പോൾ കോൺഫിഡൻസ് വൈസ് പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു പുതിയ യങ് ടാലൻസിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിടത്തോളം അവർ ഒരിക്കലും ഭയങ്കര ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഡിപ്പായി പോകുന്ന പ്ലെയേഴ്സ് അല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയർ ജർമ്മനിക്ക് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ജർമ്മനിൻ്റെ ഒരു പ്ലേ മേക്കർ പോലും ആവാൻ തരത്തിലുള്ള കപ്പാസിറ്റിയുള്ള പ്ലെയർ ആയിരുന്നു ലെനാർഡ് കാൾ. പക്ഷേ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ മുസിയാലുണ്ട്, ഈ പറഞ്ഞ പോലെ വിഡ്സ് ഉണ്ട്. പക്ഷേ ആ സൈഡിൽ ഇനി വരാൻ ചാൻസ് ഉള്ളൊരു പ്ലെയർ സാനയാണ്. സാനയുടെ ഈ ഒരു കൺട്രി ലെവൽ പെർഫോമൻസ് അല്ലെങ്കിൽ നാഷണൽ ടീമിന് വേണ്ടിയുള്ള പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴും സാന അത്ര കോൺട്രിബ്യൂട്ട് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു പൊസിഷനിൽ എന്തുകൊണ്ടും നല്ലൊരു താരമാവാൻ ചാൻസ് ഉള്ളൊരു പ്ലെയർ ആയിരുന്നു ലെനാർഡ് കാൾ. അപ്പോൾ ആ ഒരു മിസ്സിങ് ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം വലുത് തന്നെയാണ്. പിന്നെ ഈ ജമാൽ മുസിയാല എന്ന് പറയുന്ന പ്ലെയർ, ആളുടെ ടാലൻറ്റ്, ആളുടെ കപ്പാസിറ്റി, ആൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ, ഇനി ഈവൻ ഞാൻ വിശ്വസിക്കുന്നത് മോർ ദൻ ഒരു സ്ട്രൈക്കർ ഗോൾ സ്കോർ ചെയ്യുന്നതിനെക്കാട്ടിലും മുസിയാലയും വിഡ്സും കയറിയിട്ട് ആ ഒരു സ്കോറിങ് കണ്ടെത്തുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ മുസിയാലയുടെ എപ്പോഴും നമ്മുടെ മൈൻഡിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുസിയാല വരും കളിക്കും, ആൾ ഫിസിക്കലി ഫിറ്റ് ആയോടത്തോളം ആളത് ചെയ്യുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പക്ഷേ വാട്ട് ഇഫ് മുസിയാല ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ളൊരു പ്ലെയറാണ്, മുസിയാലക്ക് ഒരു ഇഞ്ചുറി പറ്റി, അപ്പോഴും ആ ഒരു ബാലൻസ് സ്ക്വാഡിന് കണ്ടെത്താൻ പറ്റാത്തൊരു പ്രശ്നം വരും. അങ്ങനത്തെ ഒക്കെ ഒരു ടൈമിൽ ലെനാർഡ് കാളിനെ പോലത്തെ ഒരു പ്ലെയർ വലിയൊരു മിസ്സിങ് തന്നെയാവും ജർമ്മനിക്ക്. ഇപ്പോൾ ജർമ്മനി ഗോൾ കീപ്പർ എന്നൊരു സ്റ്റാറ്റ്സ് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ വേൾഡ് കപ്പിൽ മുമ്പത് ഒലിവർ ഖാൻ എന്നുള്ളൊരു ഒറ്റ പേരിൽ നിന്നു പിന്നീട് അങ്ങോട്ടേക്ക് അത് മാനുവലിയർ എന്നുള്ള മറ്റൊരു പേരിലേക്ക് മാറി നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം വേൾഡ് കപ്പാണോ ജർമ്മനിയാണോ, മാനുവലിയർ അപ്പുറത്തേക്ക് ഒരു ഓപ്ഷൻ ഇല്ല. എന്നും 11 10 ആളെ മാത്രം ജർമ്മനി അനൗൺസ് ചെയ്തത് 11ാമൻ ന്യൂ ഇയർ ആണെന്നൊരു ഒരു പതിവ് ചൊല്ലുണ്ട്. അപ്പോൾ ഈ ഒരു വർഷത്തേക്ക് വരുമ്പം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ന്യൂ ഇയറിൽ അപ്പുറത്തേക്ക് പുതിയൊരു സ്റ്റാർട്ടിങ് ഗോൾ കീപ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ പുതിയൊരാൾ വരും. കാരണം ന്യൂ ഇയർ ഓൾറെഡി റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചതായിരുന്നു. പക്ഷേ ഓൾ ഓഫ് എ സഡൻ റിട്ടയർമെൻറ്റിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നു, ആളെ വീണ്ടും സ്ക്വാഡിലേക്ക് ആഡ് ചെയ്യുന്നു. അത് ലൈനപ്പിലേക്കുള്ളൊരു തിരിച്ചുവരവാണോ, അല്ലെങ്കിൽ നമ്മൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കണ്ട പോലെ ബൗമാൻ എന്ന കീപ്പറായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? എന്തായിരിക്കും അതിൻ്റെ ഒരു സാധ്യതകൾ? ഇപ്പോൾ നോയർ എന്ന് പറയുന്ന ഒരു കീപ്പർ എന്താണെന്ന് വെച്ചാൽ ആളാണ് ആ ഒരു ഗോൾ കീപ്പിങ്ങിൻ്റെ പുതിയ ട്രെൻഡിനെ ഡിഫൈൻ ചെയ്ത ഒരാളാണ്, ഒരു സ്വീപ്പർ കീപ്പർ എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ഇപ്പോൾ നോയർ ആ ഒരു സംഭവം ചെയ്യുമ്പോൾ, കോൺഫിഡൻസ് ചെയ്യുമ്പോൾ പലപ്പോഴും അതൊരു ഫെയിലായി പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ബോള് പലപ്പോഴും ഒഴിവാക്കേണ്ട ബോളുകൾ അവിടെ നിന്ന് ഡിഫൻഡേഴ്സിനെ കണ്ടെത്തി അങ്ങനത്തെ കാര്യം. നമ്മൾ കഴിഞ്ഞ മാച്ച് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് മെക്സിക്കോ മാച്ചിൽ ചെയ്തൊരു മിസ്റ്റേക്ക് കണ്ടില്ലേ, അതുപോലത്തെ മിസ്റ്റേക്സ് പലപ്പോഴും നോയറിൻ്റെ സൈഡിൽ നിന്ന് വരാറുണ്ട്. പക്ഷേ ബയേണിൽ ആൾ ഭയങ്കരമായിട്ട് ഇൻകൺസിസ്റ്റൻ്റ് ആയിരുന്നു ഈ സീസണിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചാമ്പ്യൻസ് ലീഗിൽ തന്നെ ഒരുപാട് മാച്ചസിൽ ആളുടെ പെർഫോമൻസ്, ആളുടെ ക്രൂഷ്യൽ സേവ്സ് ഒക്കെ ഭയങ്കര തന്നെയായിരുന്നു. റയലിനെതിരെയുള്ള മത്സരങ്ങൾ, യെസ് ഓഫ് കോഴ്സ്. പക്ഷേ എനിക്ക് ഈ ഒരു നോയറിനെ കൊണ്ടുവരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, അതായത് പലപ്പോഴും ഡിഫെൻസിലും അതുപോലെ തന്നെ ഈ ഗോൾ കീപ്പിങ്ങിലൊക്കെ ഈ നാഷണൽ ടീമിൽ പല ആളുകൾക്കും ഉള്ളൊരു ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ ആയിട്ടുള്ളൊരു ആയിട്ടുള്ളൊരു പ്ലെയറെ വെക്കുക എന്ന് പറയുന്നത്. കാരണം ആ എക്സ്പീരിയൻസ് ചിലപ്പം പുതിയൊരു കീപ്പറിന് ഒരു പ്രഷർ സിറ്റുവേഷനിൽ കൊടുക്കാൻ പറ്റണമെന്നില്ല. ഇനിയിപ്പം അറ്റാക്കിങ്ങിലാണെന്നുണ്ടെങ്കിൽ അറ്റാക്കിങ് ബ്രേക്കായി കഴിഞ്ഞാൽ അവിടെ ഒരു ഗോൾ സ്കോർ ചെയ്യപ്പെടുന്നില്ല, പക്ഷേ ഡിഫെൻസ് ബ്രേക്കായി കഴിഞ്ഞാൽ ടീമേ അവിടെ നില്ലായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ സിറ്റുവേഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര എഫേർട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ നെഗൽസ്മാനെ പ്രിഫർ ചെയ്യുന്ന ഒരു ഗോൾ കീപ്പർ. കാരണം ആൾക്ക് ജർമ്മനിയുടെ കൂടെ കളിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് നോയറിന്. അപ്പോൾ ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് നോയർ മൈറ്റ് ബി ദെയർ ഇൻ ദ സ്റ്റാർട്ടിംഗ് ലൈനപ്പ്. പക്ഷേ ഈ പറയുന്ന പോലെ ബോമൻ, നമുക്കറിയാം ക്വാളിഫയിങ്ങിൽ എല്ലാ മാച്ചസും കളിച്ചത് ബോമൻ അല്ലായിരുന്നോ. അപ്പോൾ അങ്ങനത്തെ ഒരാളെ മാറ്റി നിർത്തും, കാരണം ക്വാളിഫയിങ്ങിൽ നല്ല പെർഫോമൻസും ആൾ കാഴ്ച വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടും ഇഫ് നോട്ട് നോയർ അവിടെ ഒരു ബാക്കപ്പ് ജർമ്മനിക്ക് ബോമനിലൂടെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതൊരു ഫാക്റ്റാണ്.
ഇപ്പോൾ നമ്മുടെ ഈ ഒരു ടീമിനെ പറ്റി പറയുമ്പോൾ ഗോൾ കീപ്പറെ പറ്റി നമ്മൾ പറഞ്ഞു, അറ്റാക്കിനെ പറ്റി പറഞ്ഞു, ഇനി മിഡ്ഫീൽഡ് അതുപോലെ ഡിഫൻസൊക്കെ നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ ഡിഫൻസിലും മിഡ്ഫീൽഡിലും ഒരുപോലെ നിറഞ്ഞു കളിക്കുന്ന ഒരു പേരാണ് അവരുടെ ക്യാപ്റ്റൻ ജോഷുവ കിമ്മിച്ച് എന്നുള്ളത്. അപ്പോൾ കിമ്മിച്ചിനെ നമ്മൾ കാണുമ്പോൾ എപ്പോൾ കാണുമ്പോഴും ഒരേ പ്രായം തോന്നിക്കുന്ന, അതായത് വർഷം എല്ലാ ലോകകപ്പിന് വരുമ്പോൾ എന്നും ഒരേ ലുക്കിൽ അല്ലെങ്കിൽ ഒരേപോലെ തോന്നിക്കുന്ന ഒരാളാണ്. ആളുടെ പ്രായം എന്തെന്നോ ആൾ എത്ര വർഷമായി ഫുട്ബോൾ ഫീൽഡിൽ നിന്നോ നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം എന്നും ഒരേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരേ രീതിയിൽ ഡെലിവർ ചെയ്യുന്ന ഒരു പ്ലെയറാണ് ബേസിക്കലി കിമ്മിച്ച് എന്നുള്ളത്. കിമ്മിച്ചിനെ പറ്റി അല്ലെങ്കിൽ കിമ്മിച്ച് ഈ ഒരു വർഷം എന്തായിരിക്കും കിമ്മിച്ചിൻ്റെ ഒരു ബേസിക് റോൾ എന്നുള്ളത്? കിമ്മിച്ച് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പൊസിഷനിൽ മാത്രം തളച്ചിടാൻ പറ്റുന്ന പ്ലെയറല്ല. അയാൾ ഏത് പൊസിഷൻ കൊടുത്താലും ആ പൊസിഷൻ സേഫാണ്. അപ്പോൾ അയാൾ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് കളിക്കുമ്പം ആ പൊസിഷനിൽ അയാൾ ഏതൊരു മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡറുമായിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് തോന്നിപ്പോവും. അയാളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്ക് തോന്നിപ്പോവും ഇപ്പം നിലവിൽ. അതേ പ്ലെയറിനെ ഇപ്പോൾ കളിക്കുന്നത് റൈറ്റ് വിങ് ബാക്കാണ്. റൈറ്റ് വിങ് ബാക്കിലും അതേ ക്വാളിറ്റിയാണ്. കിമ്മിച്ചിന് ഈ വേൾഡ് കപ്പിൽ ഡ്യൂട്ടീസ് ഒരുപാടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ തോമസ് മുള്ളറെ അഭാവം പറഞ്ഞല്ലോ. അപ്പോൾ തോമസ് മുള്ളറെ പോലുള്ള പ്ലെയേഴ്സ് നമുക്ക് ചാൻസസ് ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആയിരുന്നു. അങ്ങനത്തെ ഒരു ഇതിലേക്ക് ജർമ്മനിക്ക് ഇപ്പം കുറച്ച് ന്യൂനതകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബുണ്ടസ് ലീഗ ഫോളോ ചെയ്യുമ്പോൾ നമുക്കറിയാം അവരെ ഈ ടോപ്പ് സ്കോർ അല്ലെങ്കിൽ ചാൻസ് ക്രിയേറ്റ് ചെയ്ത പ്ലേയേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റ് കൊടുത്ത പ്ലേയേഴ്സിലൊക്കെ എപ്പോഴും ജർമ്മൻ പ്ലേയേഴ്സിൻ്റെ ഒരു ഡോമിനേഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ലാസ്റ്റ് 1-2 വർഷമായിട്ട് നമുക്കത് മിസ്സിംഗ് ആണ്. ജർമ്മൻ പ്ലേയേഴ്സ് എല്ലാം ബുണ്ടസ് ലീഗ ഭരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഒരു എക്സെപ്ഷനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കിമ്മിച്ചാണ്. അയാൾ ഏത് പൊസിഷനിൽ നിൽക്കുമ്പോഴും അയാൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം ഈ ഒരു വേൾഡ് കപ്പിൽ ജർമ്മനിയെ സംബന്ധിച്ചോളം കിമ്മിച്ചിൻ്റെ റോൾ ഭയങ്കര ക്രൂഷ്യലാണ്. അത് ഏത് പൊസിഷനിൽ കളിക്കുകയാണെങ്കിലും ക്രൂഷ്യലാണ്. ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം റൈറ്റ് വിങ് ബാക്കിൽ കളിച്ച് പൗലോവിച്ച് ആയിരിക്കും മിഡ്ഫീൽഡ് കളിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കിമ്മിഹിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, മെൻഷൻ ചെയ്തു പോകാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ PSG ബയൺ ഈവൻ ദോ ബയൺ തോറ്റു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഒരു മാച്ചിൽ കമ്പനിക്ക് സസ്പെൻഷൻ ആയിരുന്നു. ആ സസ്പെൻഷൻ കിട്ടിയ ടൈമിൽ ആസ് എ ക്യാപ്റ്റൻ ആ ഫീൽഡിൽ എൻ്റയർലി റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്യാപ്റ്റനിൽ അപ്പുറത്തേക്ക് ഒരു കോച്ചായി മാറിയിട്ടുണ്ടായിരുന്ന കിമ്മിഹായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ജർമ്മനിൻ്റെ ഒരു ഇതിൽ വരുമ്പം ആസ് എ ക്യാപ്റ്റൻ കിമ്മിഹ് എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആവും എന്നുള്ളത്. ഇപ്പോൾ കിമ്മിച്ച് അല്ലെങ്കിൽ കിമ്മിച്ചിനൊരു ബാക്കപ്പ്, അതായത് ഒരു ക്യാപ്റ്റനാണ്, സ്വാഭാവികമായിട്ടും സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാ മാച്ചും 90 മിനിറ്റ്സ് കളിക്കും. അതിനൊരു കാലിബറും അതേപോലെ ഫിറ്റ്നസ് ഉള്ള ഒരു പ്ലെയറാണ് കിമ്മിച്ച്. നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അയാളുടെ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാലും കിമ്മിച്ചിനൊരു റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ കിമ്മിച്ചിന് ഒത്തൊരു പകരക്കാരൻ ഈ ഒരു സ്ക്വാഡിലുണ്ട് നമ്മൾ കരുതുന്നു. കിമ്മിഹിനൊരു ബാക്കപ്പ് ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ആസ് എ ക്യാപ്റ്റൻ ദർ ഇസ് നോ ബാക്കപ്പ്. ഇനിയിപ്പോൾ റൈറ്റ് ബാക്ക് പൊസിഷനിലാണെങ്കിലും അവിടെ ഒരു പ്ലേസ്മെൻറ്റ് ആരാണ്? കാരണം ലെഫ്റ്റ് ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോം എന്ന് പറഞ്ഞ 2 പ്ലേയേഴ്സ് ഉണ്ട്. ഈവൻ കിമ്മിഹ് പോലും ഇഷ്ടപ്പെടാത്തൊരു പൊസിഷനാണ് റൈറ്റ് ബാക്ക്. ആൾ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കളിക്കാൻ താല്പര്യമുള്ള ആളാണ്. അതിൻ്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ആൾ കളിക്കുമ്പം ആളുടെ ആളാ മാച്ചിനെ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന രീതി ആളുടെ ത്രൂ അല്ലാതെ ഒരു അറ്റാക്കും പോലില്ല ഡിഫൻസീവ് മിഡ്ഫീൽഡ് കളിക്കുമ്പം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറാണ് കിമ്മിഹ്. ബട്ട് ഇഫ് കിമ്മിഹ് ഇസ് നോട്ട് ദെയർ, ആരാണ് റൈറ്റ് ബാക്കിൽ ഉണ്ടാവുക എന്നുള്ളത്, അവിടെ ഒരു ബാക്കപ്പ് ജർമ്മനിക്ക് ഇല്ല എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ജർമ്മനിൻ്റെ ഡിഫൻസിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം സെൻറ്റർ ബാക്ക് പെയറിങ് ആരായിരിക്കും. കാരണം മുമ്പ് കഴിഞ്ഞ 2 വേൾഡ് കപ്പ് എഡിഷനിലും ജർമ്മനി പുറത്താവുന്നതിൽ അവരുടെ ഡിഫൻസിനും ഗോൾ കീപ്പറിനും തുല്യ കോൺട്രിബ്യൂഷൻ. അതിൽ ഡിഫൻസിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയണം. കാരണം പലപ്പോഴും സില്ലിയാക്കി കളിക്കുന്ന റുഡിഗറിനെ പോലുള്ള താരങ്ങളൊക്കെ ഒരു നല്ലൊരു അറ്റാക്കിനെ സില്ലിയായിട്ട് ഫേസ് ചെയ്ത് അതുവഴി ഗോൾ കൺസീഡ് ചെയ്യുന്നൊരു പതിവ് ശൈലി ജർമ്മനിക്ക് കഴിഞ്ഞ 2 വേൾഡ് കപ്പ് എഡിഷനിൽ 18-ലും 22-ലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വേൾഡ് കപ്പിൽ വരുമ്പോൾ ജൊനാഥൻ താ ഒരു പൊസിഷൻ, ഒരു സെൻറ്റർ ബാക്കിൽ ഒരു പൊസിഷൻ ഏതാണ്ട് ഉറപ്പിച്ചൊരു മട്ടാണ്. മറ്റൊരു പൊസിഷനാണ് കൺഫ്യൂഷൻ ഉള്ളത്. റുഡിഗർ ആയിരിക്കുമോ അല്ലെങ്കിൽ നിക്കോ സ്ലോട്ടർബർഗ് ആയിരിക്കുമോ എന്നുള്ളത്. അപ്പം ഇതിൽ ആരായിരിക്കും ഒരു ബെസ്റ്റ് പെയറിങ്? ഇപ്പം റീസെൻറ്റ് മാച്ചസിലൊക്കെ അവർ പ്രിഫർ ചെയ്തത് നിക്കോ സ്ലോട്ടർബാക്കിനാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരെന്തെങ്കിലും ഒരു പരീക്ഷണത്തിന് മുതിരെന്ന് തോന്നുന്നില്ല. എല്ലാ പ്ലേയേഴ്സും ഇപ്പോൾ ഒരു വലിയൊരു ക്ലബ് സീസൺ കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ റയലിലും അന്ന് വരുന്ന പ്ലേയേഴ്സ് കൂടുതലും ഇഞ്ചുറി പറ്റിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്തായാലും ഒരു നിക്കോനെ മാറ്റി റുഡിഗറിനെ പരീക്ഷിക്കുന്ന തോന്നുന്നില്ല. നിക്കോ ഇൻഫോം പ്ലെയറുമാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഏതൊരു കോച്ചും പിക്ക് ചെയ്യുക. ഇപ്പം കറൻ്റ്ലി ഫോമുള്ള നമ്മുടെ ടീമുമായിട്ട് ലാസ്റ്റ് മാച്ചസിലൊക്കെ കളിച്ച് ഒത്തിണക്കത്തോടു കൂടി കളിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കും. അത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിക്കോ ആവാൻ ചാൻസ്. ഇപ്പോൾ ലിയോൺ ഗോററ്റ്സ്ക എന്നുള്ളൊരു താരം നമുക്കറിയാം മുമ്പൊക്കെ ബയൺ മ്യൂണിക്കിന്റെ മിഡ്ഫീൽഡിലെ ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു. ഫ്യൂച്ചറാന്ന് നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞ ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷെ ആളുടെ ഒരു ഫ്യൂച്ചർ ഇപ്പം അൺസർട്ടനിറ്റിയിലാണ്. അതായത് ആള് പലപ്പോഴും ബെഞ്ചഡ് ആണ്. അവസാനത്തെ 10-15 മിനിറ്റുകൾ മാത്രം ബയണിന് കളിക്കുന്ന, വളരെ കുറച്ച് മത്സരം മാത്രം സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ വളരെ കുറച്ച് മാച്ച് ടൈം കിട്ടിയ ആളുടെ ഏറ്റവും ഒരു ചെറിയ കാലയളവ് ഉണ്ടായൊരു സീസണാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ആള് ജർമ്മൻ സ്ക്വാഡിലുണ്ട്. ആൾ നല്ല ഫിസിക്കലി കളിക്കുന്ന ഒരു പ്ലെയറാണ്. എന്നിരുന്നാൽ കൂടി സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് വരാൻ അല്ലെങ്കിൽ ഒരു
മാച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? അദ്ദേഹത്തിൻ്റെ കഴിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാലത്ത് ജർമ്മൻ ഫുട്ബോളിൻ്റെ ഫ്യൂച്ചറിന് നമ്മൾ വിശേഷിപ്പിക്കാത്ത പ്ലെയറാണ്. അപ്പോൾ നമ്മൾ ജർമ്മൻ മിഡ്ഫീൽഡേഴ്സ് നമ്മൾ ഒരുപാട് ടോപ്പ് ക്ലാസ് മിഡ്ഫീൽഡേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഷെൻസ്റ്റീക്കറെ പോലെ, ക്രൂസിനെ പോലെയൊക്കെ, സമീ ഖദീറ, അങ്ങനെ. അപ്പം ആ ഒരു ടീമിന് ശേഷം ആ ജർമ്മൻ മിഡ്ഫീൽഡിനെ റൂൾ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു പ്ലെയറായിട്ട് എല്ലാവരും വിശേഷിപ്പിച്ചത് ജർമ്മൻ ഫുട്ബോളിൻ്റെ ഫ്യൂച്ചർ നമ്മൾ കണ്ടത് ആ ലിയോൺ ഗൊറോട്സ്കി ആയിരുന്നു. അതിനെ അണ്ടർലൈൻ ചെയ്യുന്ന രീതിയിൽ അയാളെ പെർഫോമൻസ് ചെയ്യുക. അണ്ടർ 2021 വേൾഡ് കപ്പ് മറന്നുപോയി, അതിലൊക്കെ അയാൾ കാണിക്കുകയും ചെയ്തിരുന്നു. പിന്നെ തിരിച്ച് വന്നപ്പോൾ ഈ ബയൺ പോലൊരു താരതമ്യമായിട്ടുള്ള ടീമിൽ അവിടെയൊക്കെ നമ്മൾ ഇന്ന് പെർഫോം ചെയ്യണം. ഇന്ന് പെർഫോം ചെയ്തില്ല നാളെ നമ്മളെ ഫ്യൂച്ചർ അൺസർട്ടൻ്റാണ്. നാളെ ഒരു ചാൻസ് കിട്ടണമെന്നില്ല. എന്താ വെച്ചാൽ ഇവർക്ക് റീപ്ലേസ് ചെയ്യാനുള്ള പ്ലേയേഴ്സ് എപ്പോഴും അവരുടെ കയ്യിലുണ്ട്. അപ്പം അങ്ങനെ വന്നതുകൊണ്ടാണ് അയാളെ ചാൻസസ് മെല്ലെ മെല്ലെ മങ്ങിപ്പോയത്. പക്ഷേ ഇപ്പോഴും അയാളെ കഴിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ജർമ്മനി ഫുട്ബോളിന് ഇപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുള്ള പ്ലെയേഴ്സാണ്. അത് അയാളെ എത്രത്തോളം ചാൻസസ് കൊടുക്കുന്നുള്ളത് കോച്ചിൻ്റെ തീരുമാനത്തിന് മാത്രം ആശ്രയിച്ചിരിക്കും. ചാൻസ് കിട്ടിയ ആൾ പെർഫോം ചെയ്യും. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പിലേക്ക് നോക്കുകയാണ്. ജർമ്മനിയുടെ ഗ്രൂപ്പിൽ നോക്കുമ്പോൾ നമുക്കറിയാം, 1 കുറസാവോ ആണ്, 2 ഐവറി കോസ്റ്റ് ആണ്, 3 ഇക്വഡോറാണ്. അതിൽ കുറസാവോ നമുക്കറിയാം ഒരു വേൾഡ് കപ്പിലേക്ക് ഒരു ഫ്രഷ് നെയിമാണ്, ആദ്യമായിട്ട് വരുന്നു, അങ്ങനെ കുറച്ച് ഹൈപ്പഡായിട്ട് വരുന്നൊരു ടീമാണ്. എന്നിരുന്നാൽ കൂടി നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ലോകവേദിയിലേക്ക് ഒരു ടീം വരുന്നുണ്ടെങ്കിൽ ഒരു മിനിമം ക്ലാസ് ഏതൊരു വേൾഡ് ക്ലാസ് ടീമിനെയും ഒന്ന് ഞെട്ടിക്കാൻ പോകുന്ന ഒരു നിര എന്ന് പറയാൻ നമുക്ക് കുറസാവോ. 2 ഐവറി കോസ്റ്റ്, കഴിഞ്ഞ ഫ്രാൻസിനെതിരെയുള്ള സന്നാ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. ഫ്രാൻസിൻ്റെ ഒരു സ്റ്റാർ സ്റ്റഡഡ് നിരയെ പിടിച്ചു കെട്ടി മത്സരം വിജയിച്ച ഒരു നിരയാണ്. 3 ഇക്വഡോറാണ്. ഇക്വഡോറും നമുക്കറിയാം സൗത്ത് അമേരിക്കൻ ക്വാളിഫയേഴ്സിൽ നന്നായി പെർഫോം ചെയ്ത് അതിൻ്റെ ബലത്തിൽ മെറിറ്റിൽ വന്നൊരു ടീമുകളിലൊന്നാണ് ഇക്വഡോർ എന്നുള്ളത്. എന്തായിരിക്കും ജർമ്മനിക്ക് ഈ ഒരു ഗ്രൂപ്പിലെ സാധ്യതകൾ? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറോസാവോ എന്നുള്ള ടീമിനേറ്റ ഫസ്റ്റ് മാച്ച് ഈസി വാക്ക് ഓവർ എന്നൊക്കെ പറയെങ്കിൽ കൂടിയും അവർക്ക് ഫസ്റ്റ് ടൈം കിട്ടുന്ന ചാൻസാണ്. അത് അവരെന്തായാലും അവർ മുതലെടുക്കാൻ നോക്കും. അപ്പോൾ ജർമ്മനിക്ക് പാസ്റ്റിലും ഇതുപോലെ അവർക്ക് ഈസി വാക്ക് ഓവർ അല്ലെങ്കിൽ ഈസി ആണെന്ന് വിചാരിച്ച ടീമുകളുടെ എതിരെയാണ് ജർമ്മനി പലപ്പോഴും തോറ്റിട്ടുണ്ടായിരുന്നത്. കാരണം ജർമ്മനി എന്ന് പറയുന്നത് ബാക്കിയുള്ള യൂറോപ്യൻ ടീമൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 4 വേൾഡ് കപ്പ് അടിച്ചിട്ടുള്ളൊരു ടീമാണ് ജർമ്മനി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് പലപ്പോഴും കഴിഞ്ഞ 2 ഗ്രൂപ്പ് സ്റ്റേജ് എക്സിറ്റിലും, അതായത് എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ചപ്പോൾ 1938 അവർ ഗ്രൂപ്പ് സ്റ്റേജ് എക്സിറ്റ് കണ്ടത്. അതിന് ശേഷം വേൾഡ് ചാമ്പ്യൻസ് ആയിട്ട് 2018-ലും 2022-ലും അവർ ഗ്രൂപ്പ് സ്റ്റേജ് എക്സിറ്റ് കണ്ടു. അപ്പോൾ അന്നും നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്ര ഈസി അല്ലാത്ത ടീമാണ്. പക്ഷെ എന്നാൽ കൂടി നമ്മൾ ജർമ്മനീൻ്റെ കയ്യിൽ നിന്ന് ഒരു എക്സ്പെക്റ്റേഷൻ വെക്കുന്നുണ്ട്. അപ്പോൾ കുറോസാവനായിട്ട് വരുമ്പോഴും നമ്മൾ ഈ ഈസി വാക്ക് ഓവർ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു വേൾഡ് കപ്പ് സ്റ്റേജിലോട്ട് എത്തുമ്പം ഈ ടീം എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല. സോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ക്വാഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഐ തിങ്ക് അഗെയിൻസ്റ്റ് കുറോസാവോ ജർമ്മനിക്ക് ഒരു ഈസി ആയിരിക്കും. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഇക്വഡോർ, അതുപോലെ തന്നെ ഈ പറയുന്ന ഐവറി കോസ്റ്റ് ലാസ്റ്റ് ഫ്രാൻസിൻ്റെ എതിരെയുള്ള ഫ്രണ്ട്ലീസിലൊക്കെ ഫ്രണ്ട്ലീസ് വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഐവറി കോസ്റ്റാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഐവറി കോസ്റ്റും ജർമ്മനിക്കൊരു ഈസി ഗെയിം ആവില്ല. ഏൺ ചെയ്തിട്ട് തന്നെ അവർ വിജയിക്കേണ്ടി വരും. ഇനി ഇക്വഡോർ വരികയാണെന്നുണ്ടെങ്കിൽ വില്യം ബാച്ചോനൊക്കെ പോലത്തെ നല്ല സ്റ്റേബിളായിട്ടുള്ള ഡിഫൻഡേഴ്സാണ് ഇക്വഡോറിനുള്ളത്. അപ്പോൾ ആ ഡിഫെൻസീവ് ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യാൻ ഇക്വഡോർ ഓൾസോ അർജൻറ്റീനയുടെ തൊട്ട് താഴെയാണ് അവർ കോൺമേബോൾ ക്വാളിഫിക്കേഷൻ ചാമ്പ്യൻഷിപ്പിൽ സെക്കൻഡായിട്ട് വന്നിട്ടാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള വേൾഡ് കപ്പിൽ. അപ്പോൾ അത്രയും ബ്രില്യൻ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടാണ് അവർ ക്വാളിഫൈ ചെയ്ത് വേൾഡ് കപ്പിലോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇക്വഡോർ എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിൽ ഏറ്റവും അവർക്ക് ചലഞ്ചിങ് പോകാൻ ചാൻസ് ഉള്ള ഒരു ടീം മേ ബി ഇക്വഡോർ ആയിരിക്കും എന്നുള്ളതാണ്. ഈ 3 ടീമുകൾക്കും കുറോസാവയുമായിട്ടുള്ള മാച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ നിന്നും അപേക്ഷിച്ച് ഈ പ്രാവശ്യം ഏറ്റവും ബെസ്റ്റ് 3rd പ്ലേസ് ടീം 8 ടീമിന് ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ 3 ടീമുകളും നമ്മൾ തുല്യ ശക്തരാണെന്ന് വേണം പറയാം. അവരെ ഹെഡ് ടു ഹെഡ് മാച്ചസിനെ എന്തായാലും ഡിപ്പെൻഡ് ആയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ചാമ്പ്യൻസും ഗ്രൂപ്പ് റണ്ണേഴ്സും തീരുമാനമൊന്നും ഡയറക്റ്റായിട്ട് നോക്കൗട്ടിലേക്ക് പോകുന്നു. അപ്പം ബെസ്റ്റ് 3rd പ്ലേസ് ടീമിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം അത് ഈ ഒരു ഗ്രൂപ്പിൽ ഭയങ്കര ക്രൂഷ്യലാണ്. അപ്പോൾ ഏതൊരു ടീമും കുറസാവാനായിട്ടുള്ള കളിയാണ്. അതിൽ അവർക്ക് ഏറ്റവും മാക്സിമം ഗോൾ സ്കോർ ചെയ്യാനും വലിയൊരു റിസൾട്ട് ഉണ്ടാക്കാനും ശ്രമിക്കാം. ബാക്കി ഈ ജർമ്മനി മാത്രമല്ല, അത് നമ്മൾ ഇക്വഡോർ ആയാലും ഐവറി കോസ്റ്റ് ആയാലും ആ ഒരു ശ്രമം ഉണ്ടാവും. ഇപ്പോൾ 2014 ടീം നമ്മൾ മാറ്റി നിർത്താം. 2018-ലും 2022-ലുള്ള സ്ക്വാഡും ഈ ഒരു 2026-ലേക്ക് വരുന്ന സ്ക്വാഡിലും എന്താണ് ഒരു വ്യത്യാസമായിട്ട് പറയാം? അതായത് ഈ ഒരു ടീമിന് കുറേ കൂടി മുന്നോട്ടേക്ക് പോകാം, അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് ഈ ഒരു കാര്യം പോസിറ്റീവായിട്ടുണ്ട്, ഇത് വെച്ച് ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാമെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഒരു ഫാക്ടർ? കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാളും കൂടുതൽ ഇപ്പോൾ റീസെൻറ്റ് റിസൾട്ട് തന്നെ പറയണം.
ഈ റിസൾട്ട് അവർ പഴയ ജർമ്മൻ ശൈലിയിലേക്ക് തിരിച്ചു വന്നു. ഒരുപാട് ഗോളുകൾ അടിക്കുന്നുണ്ട്, മാച്ചസ് റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്, ജയിക്കുന്നുണ്ട്. അതും വലിയ സ്കോറുള്ള ലാസ്റ്റ് ഒരു 3-4 കളിയുടെ ഉള്ളിൽ തന്നെ 6 ഗോൾ ഡിഫറൻസിലേക്ക് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ ഒരു തിരിച്ചവരേണ്ട ഒരു സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. പഴയ ജോയാക്കിംലോ പോയതിനു ശേഷം അവരെ കോച്ച് എന്ന സില്ലിൽ ജോയാക്കിംലെയും അദ്ദേഹത്തിൻ്റെ ശൈലിയും മാറിയതിന് ശേഷം നമ്മൾ ആ ഗോളുകൾ അടിക്കുന്നതിൽ തന്നെ ഒരു പിശുക്ക് കണ്ടിരുന്നു. പക്ഷേ ഇപ്പം അതിൽ നമുക്ക് തിരിച്ചു വന്ന് ജർമ്മൻ ആരാധകർക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ജർമ്മനി കഴിഞ്ഞ കുറച്ച് ടൂർണമെൻറ്റുകളിൽ ഇപ്പോൾ വേൾഡ് കപ്പ് മാറ്റിയത് യൂറോ കപ്പിലും നാഷൻസ് ലീഗിലൊക്കെ നന്നായി പെർഫോം ചെയ്തെങ്കിലും എക്സിറ്റായി പോകുമ്പോൾ ആളുകൾ പൊതുവിൽ പറയുന്നത് ജർമ്മനി കളിച്ചിട്ടില്ല, അവരർഹിച്ചൊരു തോൽവിയാണ്. അതിൽ കുറേ രാഷ്ട്രീയ കാരണങ്ങൾ കൂടിയുണ്ട്. അവരെടുക്കുന്ന പല നിലപാടുകൾ ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് വേദിയിൽ അവർ മൂടി പറ്റി പ്രതിഷേധം നടത്തിയതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ആളുകൾക്കുള്ളിൽ ഈ ജർമ്മൻ ടീമിനോടൊരു വിരക്തി തോന്നിക്കുക, ഒരു താല്പര്യക്കുറവ് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു പൊതുവിൽ ജർമ്മനിയെ ഒരു മോശം ടീമായിട്ട് അല്ലെങ്കിൽ ഒരു അർഹിച്ച തോൽവിയാണ് അവർ വാങ്ങുന്ന തരത്തിലൊരു ജഡ്ജ്മെൻറ്റിന് കാരണമാവുന്നില്ലേ? അത് ആളുകളുടേതായ തീരുമാനങ്ങളുണ്ടാവും. അതൊന്നും ടീമിനെ ബാധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ടീം അവരെ കളി നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞു, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മോശമെന്ന് പറഞ്ഞു. ലാസ്റ്റ് യൂറോ കപ്പിൽ അവർ പുറത്താവുന്നത് ചാമ്പ്യൻസ് ആയിട്ടുള്ള സ്പെയിനോടാണ്. ആ സ്പെയിനോടുള്ള ക്വാർട്ടർ ഫൈനൽ മാച്ചും വളരെ നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്ത് എന്താണ് ഒരു ബായിക്കേട് കൊണ്ട് തോറ്റെന്ന് പറയാം. ആ ലെവലാണ് അവർ. അപ്പോൾ കളീനൊന്നും ഈ വക കാര്യങ്ങളൊന്നും ബാധിക്കുന്നില്ല. അവർ ആസ് എ ടീം നല്ല ലെവലിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ആ പെർഫോമൻസ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ജർമ്മൻ സ്ക്വാഡിൽ ഒരു മെയിൻ മാൻ എപ്പോഴും എല്ലാ ടീമിനും നമ്മൾക്ക് പലർക്കും ഒരു മെയിൻ മാൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. എങ്കിലും ഒരു ടീം പ്ലേ ആണെന്നൊക്കെ നമ്മൾ ഫുട്ബോൾ പറയുമെങ്കിലും എപ്പോഴും മെയിൻ മാൻ ഒരാൾ നന്നായ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന ഒരു പ്ലെയർ, ഗെയിം ചേഞ്ചർ ആവാൻ. അപ്പോൾ അത് ആരായിരിക്കും ഈ സ്ക്വാഡിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കാണുന്നത്? ഈ ഫോമിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുകയാണെങ്കിൽ അത് മൂസിയാല തന്നെ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഇഞ്ചുറി കൺസേൺസ് ഒക്കെ അവിടെ ഉണ്ട്. എന്താണ് നൂറിൻ്റെ അഭിപ്രായം ഈ ഒരു കേസിൽ? ആരായിരിക്കും ഒരു ഗെയിം ചേഞ്ചർ ഈ ഒരു വേൾഡ് കപ്പിലെ? ഗെയിം ചേഞ്ചർ മുസിയാല ഓഫ് കോഴ്സ് ഒരാൾ തന്നെയാണ്. എനിക്ക് കിമ്മിഹും നല്ലൊരു റോള് വഹിക്കുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആൾ ക്യാപ്റ്റനാണ്, ഈ പറഞ്ഞ പോലെ തന്നെ വേഴ്സറ്റൈലായിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ കിമ്മിഹിനും ആ ബാക്കിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ കിമ്മിഹ് നന്നായിട്ട് കൊടുക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മുസിയാല ഈസ് ഓൾസോ ഗെയിം ചേഞ്ചർ. ആൻഡ് വിർട്സിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു പ്ലെയറാണ് വിർട്സ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ഗെയിം ചേഞ്ചേഴ്സായി മാറാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഹാവേർഡ്സ് പോലും പല സിറ്റുവേഷനിൽ ഇറങ്ങിയിട്ട് ഗെയിമിനെ ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള പ്ലെയറാണ്. പക്ഷെ വെറും ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ആ ഒരു റോള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഈ പറഞ്ഞ പോലെ മുസിയാല തന്നെ ആയിരിക്കും ഒരു ഗെയിം ചേഞ്ചർ.